ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഇതുപോലെ കഴുത്തിന് ചുറ്റുമുള്ള ഡാർക്ക്നെസ് പലരെയും വിഷമിപ്പിക്കുന്ന ഒരു പ്രശ്നമാണ്. എനിക്കുമുണ്ട് ഇതുപോലെ. അതുപോലെ നമ്മൾ ബ്ലൗസിൻ്റെ നെക്കിൻ്റെ ബാക്ക് നെക്ക് വരുന്ന അത്രയും ഒരു ഭാഗത്ത് വല്ലാത്തൊരു കളർ ചേഞ്ചസ് പലർക്കും ഉള്ളതാണ്. നമ്മുടെ ഫേസും കൈയും കാലും ഒക്കെ നല്ല കളർ ഉണ്ടായിരിക്കും, പക്ഷേ ബാക്ക് സൈഡിൽ നെക്ക് വരെ ഒരു വല്ലാത്തൊരു കളർ ചേഞ്ചസ്. എനിക്ക് ഫ്രണ്ട് നെക്കിലും ഒക്കെ വല്ലാതെ ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ പൂർണ്ണമായിട്ട് മാറ്റിയെടുത്തിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ളൊരു പാക്കാണ്. വെറും 5 മിനിറ്റ് നമ്മൾ നല്ല രീതിയിലൊന്ന് ചെയ്തു കൊടുത്താൽ പെട്ടെന്ന് തന്നെ മാറ്റും. അതുപോലെ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഈ ഒരു പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ആ ഡാർക്ക്നെസ് മാറിയെടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് കോഫി പൗഡറാണ്. 1 ടേബിൾ സ്പൂൺ അളവിലുള്ള കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഏത് ബ്രാൻഡിൻ്റെയും കോഫി പൗഡർ എടുക്കാം. പിന്നെ എടുത്തിട്ടുള്ളത് കടലമാവാണ്, അതും 1 ടേബിൾ സ്പൂൺ അളവിൽ. ഈ വീഡിയോയ്ക്ക് ഒരു ചെറിയൊരു ലൈറ്റിങ്ങിൻ്റെ പ്രശ്നം വന്നിട്ടുണ്ട്. അത് വീഡിയോ എടുത്ത സമയത്ത് അത് ശ്രദ്ധിച്ചില്ല, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പാലാണ്. അത് കാച്ചിയ പാലോ കാച്ചാത്ത പാലോ എന്തും എടുക്കാം. നമുക്ക് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 1-2 ടേബിൾ സ്പൂൺ അളവിലുള്ള പാല്. പിന്നെ നമ്മുടെ കുക്കിംഗ് സോഡ അഥവാ നമ്മൾ സോഡാപ്പൊടി എന്ന് പറയുന്ന സോഡ, ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂൺ അളവിനായിട്ടുള്ള സോഡാ പൗഡർ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് ലെമൺ ജ്യൂസാണ്. ഇതുപോലെ ഒരു പകുതി നാരങ്ങ മതിയാവും. പകുതി നാരങ്ങ എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ജ്യൂസ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ സോഡാപ്പൊടിയും അതിനകത്ത്, അതായത് നമ്മുടെ ആസിഡും ബേസും കൂടെ ചേർത്തിട്ട് ഒരു ഹീറ്റ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹീറ്റ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അതിൽ നിന്ന് ഒരു ചെറിയ പതയും നുരയൊക്കെ വരുന്ന കാണാം. അതൊന്നും കാര്യമാക്കണ്ട. ഈ ഒരു ഹീറ്റൊക്കെ ഒന്ന് മാറുന്നതിന് മുമ്പിട്ട് തന്നെ നമ്മൾ നെക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നല്ല റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇതുവരെ എൻ്റെ ചാനലിൽ വന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓണാക്കി കൊടുത്താൽ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അങ്ങനെ പാക്ക് ഇവിടെ റെഡിയാണ്. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇതുപോലെ നമുക്ക് കഴുത്തിന് ചുറ്റും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് തരാൻ ഒരാളുടെ സഹായം വളരെ ആവശ്യമാണ്. അതുപോലെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്യുക. ഒരു 5 മിനിറ്റെങ്കിലും കൈ ഉപയോഗിച്ച് നന്നായിട്ട് മസാജ് ചെയ്യുക. പിന്നെ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ, കുറച്ച് ഉൾഭാഗത്തേക്ക്, അതായത് നമ്മുടെ ബ്ലൗസിൻ്റെ നെക്ക് വരുന്ന അത്രയും ഭാഗം വരെയും ഇത് അപ്ലൈ ചെയ്ത് നന്നായിട്ടൊരു മസാജ് കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗവും നല്ലൊരു കളർ വ്യത്യാസം വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു മസാജ് കൊടുക്കണം, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വെറുതെ തേച്ച് കഴുകി കളഞ്ഞാൽ മാത്രം പോരാ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റെങ്കിലും നന്നായിട്ട് മസാജ് ചെയ്യുക. ഒരു തവണ ഇതുപോലെ അപ്ലൈ ചെയ്തു, 5 മിനിറ്റ് നന്നായി മസാജ് ചെയ്തു. അതിനുശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ടോ മറ്റോ ഒന്ന് തുടച്ചെടുക്കുക. വീണ്ടും നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പാക്ക് ഇത്രയും കൊണ്ടും തീരില്ല, പക്ഷേ ആ പാക്ക് തീരും വരെയും നമ്മുടെ മുതുക് ഭാഗത്തേക്കും കൈയൊക്കെ ഒന്ന് ഉള്ളിലേക്കിട്ട് മുതുക് ഭാഗത്തേക്കും അതുപോലെ കഴുത്തിലും ഒക്കെ നന്നായി മസാജ് ചെയ്ത് കൊടുക്കണം. പെട്ടെന്ന് വാഷ് ചെയ്ത് കളയരുത്. അതുപോലെ ഇത് ഉണങ്ങാനൊന്നും വെച്ചേക്കേണ്ടത് ആവശ്യമൊന്നുമില്ല. ഒരു 5 മിനിറ്റ് ഇതുപോലെ മസാജ് ചെയ്യുക. വീണ്ടും നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പാക്ക് അപ്ലൈ ചെയ്യുക. വെറുതായിട്ട് ചെറുതെ ഒന്ന് തുടച്ചെടുക്കുമ്പം തന്നെ എന്തൊരു കളർ ഡിഫറൻസാണ് കാണുന്നത്. അപ്പോൾ ഇതുപോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പാക്കാണ്. അപ്പോൾ നമ്മൾ ഇത് തീരുന്നത് വരെ ആദ്യം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ ഈ ക്രീം അപ്ലൈ ചെയ്യും. അതിനുശേഷം വീണ്ടും നല്ലൊരു മസാജ് കൊടുക്കുക. അതിനുശേഷം ഞാൻ കുളിച്ചിട്ട് വന്നതിന് ശേഷമുള്ള റിസൾട്ട് കാണിച്ചു തരാം. അപ്പോൾ ബാക്ക് നെക്കിൽ നമ്മൾ ഒരുപാട് നല്ല ഡാർക്കായിട്ടുള്ള വരയുണ്ട്. ഇതൊന്നും നമ്മൾ ഇന്ന് ഒരു ദിവസം കൊണ്ടൊന്നും ഉണ്ടായിട്ടുള്ളതല്ല. പക്ഷേ ആ ഒരു വര ഒരുപാട് അങ്ങ് പൂർണ്ണമായി മാറി എന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ ആ ഒരു കളർ ചേഞ്ച്, നന്നായിട്ടൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. പക്ഷേ ഫ്രണ്ട് നെക്കിൽ ഉണ്ടായിരുന്ന ഒരു കളറ് വല്ലാത്തൊരു ഡാർക്ക് കളർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നല്ല പൂർണ്ണമായിട്ട് മാറി. ഞാൻ കുളിച്ചിട്ട് വന്നതിന് ശേഷമുള്ള വീഡിയോ ഇനി കാണാം. ആ ഫ്രണ്ട് നെക്കൊക്കെ എന്ത് സോഫ്റ്റായി നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ബാക്കിൽ ഇപ്പം ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ബാക്ക് സൈഡും എടുത്തതാണ്. പക്ഷേ വീഡിയോ വന്നപ്പം കറക്റ്റായിട്ട് ഞാൻ ഉദ്ദേശിച്ച റിസൾട്ട് എനിക്ക് കിട്ടിയില്ല ബാക്ക് സൈഡ്. പക്ഷേ ബാക്ക് സൈഡിൽ ഇതുപോലെ വെളുത്തിട്ടില്ല എങ്കിൽ പോലും നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്.
അപ്പം തീർച്ചയായും കൂട്ടുകാർ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക, അഭിപ്രായങ്ങളും അറിയിക്കുക. ആദ്യമായി ചാനൽ വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.